പിക്കോ ഗ്രീൻ മൈക്രോ ഗ്രീൻ ഫാമിലേക്ക് ഏവർക്കും സ്വാഗതം. 100% ഓർഗാനിക് ആയിട്ടുള്ള മൈക്രോ ഗ്രീൻ കൾട്ടിവേറ്റ് ചെയ്ത് ഹൈടെക് ആയിട്ടും അതുപോലെ തന്നെ ഹൈജീനിക്കായിട്ടും കസ്റ്റമറിൽ എത്തിക്കുന്ന ഒന്നാണ് പിക്കോ ഗ്രീൻ. ഇത് ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയിലാണ് പ്രവർത്തിച്ചു വരുന്നത്. നമ്മുടെ മലയാളികൾക്ക് മൈക്രോ ഗ്രീൻ അത്ര പരിചിതമല്ലാത്ത ഒരു പച്ചക്കറിയാണ്. പച്ചക്കറിയുടെ ട്രീറ്റ് ചെയ്യാത്ത സീഡുകൾ നമ്മൾ പ്രത്യേകം ടെമ്പറേച്ചറിലും അതുപോലെ തന്നെ പ്രത്യേകതരം ട്രീറ്റ് ചെയ്തും പ്രത്യേക കൃഷി രീതിയിലുമാണ് മൈക്രോ ഗ്രീൻ വളർത്തുന്നത്. മൈക്രോ ഗ്രീനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ പച്ചക്കറികളെക്കാൾ ഏകദേശം 60 മുതൽ 70% വരെ ന്യൂട്രിയൻസിൻ്റെ കലവറയുള്ള ഒന്നാണ് മൈക്രോ ഗ്രീൻ. ഇത് നമ്മുടെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ നിത്യജീവിതത്തിൽ നമ്മൾ ഈ മൈക്രോ ഗ്രീൻ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മളുടെ ആരോഗ്യത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. ഈ പ്രത്യേകതകൾ 1980 കാലിഫോർണിയയിലെ റെസ്റ്റോറൻറ്റുകളിലാണ് ഇത് ആദ്യം കണ്ടുപിടിച്ച് നടപ്പാക്കിയത്. ഇന്ന് മലയാളികൾ ഈ സൂപ്പർ ഫുഡെന്ന് പറയുന്ന മൈക്രോ ഗ്രീൻ പരിചിതമല്ലെങ്കിലും നമ്മുടെ കേരളത്തിലെ പല സിറ്റികളിലും പല മാളുകളിലും ഈ മൈക്രോ ഗ്രീൻ ഇന്ന് അവൈലബിളാണ്. ഇത് സാധാരണക്കാരിൽ എത്തിക്കുക എന്നുള്ളതാണ് പിക്കോ ഗ്രീനിൻ്റെ ലക്ഷ്യം. മൈക്രോ ഗ്രീനിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റുകൾ പഠനങ്ങൾ കൃത്യമായി തെളിയിച്ചിട്ടുള്ളതാണ്. പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നിത്യജീവിതത്തിൽ മൈക്രോ ഗ്രീൻ ഉപയോഗപ്പെടുത്തിയാൽ വളരെ നല്ലതാണ്. കാരണം മൈക്രോ ഗ്രീൻ ന്യൂട്രിയൻസിൻ്റെ കലവറയാണ്. ഇതിൽ വൈറ്റമിൻ കെ, വൈറ്റമിൻ സി, മാംഗനീസ്, ആൻറ്റി ഓക്സൈഡുകൾ ഇതെല്ലാം അടങ്ങിയ ഒരു സൂപ്പർ ഫുഡാണ് മൈക്രോ ഗ്രീൻ. ഇത് നമ്മുടെ ശരീരത്തിൽ ഓരോ ദിവസവും നമുക്ക് വേണ്ട പോഷകാഹാരങ്ങൾ എന്താണ് എന്നുള്ളതിന് ഒരു പരിഹാരമായിട്ട് പലരും ഇപ്പോൾ ഇതിനെ ഉപയോഗിച്ചു വരുന്നു. ഇതിൽ ജീവിതശൈലി രോഗങ്ങളായ ഡയബറ്റിക്, ഹൃദയപ്രശ്നങ്ങൾ, ഹൈ പ്രഷർ, പുരുഷന്മാരിൽ കാണുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഇതിനെയെല്ലാം പ്രിവെൻറ്റ് ചെയ്യുമെന്ന് ശാസ്ത്രം തെളിയിച്ചു കഴിഞ്ഞു. ഹൃദയത്തിലെ ബ്ലോക്കുകൾ പോലും മാറുവാനായിട്ട് ഇതിൻ്റെ നിത്യ ഉപയോഗം ഉപകാരപ്പെടുമെന്ന് പല വിദഗ്ധരും ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ദഹന പ്രശ്നം, ഇതിൻ്റെ ഉപയോഗം നമ്മളുടെ ജീവിതത്തിലെ മാറ്റങ്ങളെ ത്വരിതപ്പെടുത്തുന്നതാണ്. മൈക്രോ ഗ്രീൻ നമ്മുടെ ചർമ്മ സംരക്ഷണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഹാരമാണ്. അതുകൊണ്ടാണ് നമ്മുടെ സെലിബ്രിറ്റീസുകൾ ഇത് ഉപയോഗിച്ചു വരുന്നത്. മൈക്രോ ഗ്രീൻ ഫാമിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ആദ്യമായി ഇതിന് വേണ്ടത് ഒരു ചെറിയ ഡോക്യുമെൻറ്റേഷനാണ്. ഇതിൻ്റെ ക്ലീനിങ് ചെക്ക് ലിസ്റ്റുകൾ, അതുപോലെ തന്നെ സീഡിൻ്റെ സ്റ്റോക്ക്, അതുപോലെയുള്ള വളരെ ചെറിയ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ചെറിയ എക്സലിലൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് തന്നെ ഒരു ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മുടെ ഇതിന് ഹൈജീനിക്കായിട്ട് പോകുന്നത് കൊണ്ട് ഇതിനൊരു സ്റ്റെറൈൽ അല്ലെങ്കിൽ ഒരു ആൻറ്റി റൂം വളരെ അത്യാവശ്യമാണ്. കാരണം ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് ആൾക്കാരിലേക്ക് ഡയറക്റ്റ് ഈറ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഹൈജീനിക് ആയിരിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു ആൻറ്റി റൂം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ആൻറ്റി റൂമിൽ അതിൻ്റേതായിട്ടുള്ള ഫെസിലിറ്റികളും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫാമിൽ കയറുന്നതിന് മുമ്പ് ഈ ആൻറ്റി റൂമിൽ ചെല്ലുക, നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യുക, അതിനുശേഷം സാനിറ്റൈസ് ചെയ്യുക, അതിനുശേഷം നമ്മൾ ഹെയർ നെറ്റ്, ഗ്ലൗസ്, അതുപോലെ തന്നെ ഒരു കോട്ടും നമ്മൾ ഇട്ടുകൊണ്ട് മാത്രമേ നമുക്ക് ഫാമിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ.
നമ്മൾ ഫാമിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഫാമിന് വേണ്ടത് ഒരു കൃത്യമായിട്ടുള്ള ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു എയർ കണ്ടീഷനാണ്. ഈ എയർ കണ്ടീഷൻ ഏകദേശം 20 മുതൽ 24 ഡിഗ്രി വരെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് മാത്രമേ കൃത്യമായിട്ട് മൈക്രോഗ്രീനിൻ്റെ വളർച്ച നമുക്ക് കിട്ടുകയുള്ളൂ. അതിനുശേഷം ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇതിൻ്റെ വെർട്ടിക്കൽ ഫാമിംഗ് സിസ്റ്റം, ഹൈഡ്രോപോണിക് സിസ്റ്റം എന്നാണ് ഇതിന് പറയുന്നത്. ഈ വെർട്ടിക്കൽ ഹൈഡ്രോപോണിക് സിസ്റ്റം അതിൽ പ്രധാനമായിട്ടും വരുന്നത് അതിൻ്റെ റാക്കുകളാണ്. ഓരോ റാക്കിലും നമ്മൾ LED ലാമ്പുകളാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. കൂടാതെ ആക്സിയൽ ഫ്ലോ ഫാനുകളും ഉപയോഗിക്കുന്നുണ്ട്. ഈ LED ലൈറ്റുകൾ നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത് ജെർമിനേഷൻ കഴിഞ്ഞാൽ മൈക്രോഗ്രീൻ ഈ റാക്കിൽ വെക്കുമ്പോൾ ഇതിന് കിട്ടുന്ന പ്രകാശം എന്ന് പറയുന്നത് ഈ LED ലാമ്പിൽ നിന്നാണ്. അതുപോലെ തന്നെ ഈക്വലായിട്ടും നമുക്ക് ഈ ടെമ്പറേച്ചർ ഇതിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആക്സിയൽ ഫ്ലോ ഫാൻ ഉപയോഗിക്കുന്നത്. ഇതിൽ 2 ട്രേകളാണ് വരുന്നത്. ഒന്ന് നമ്മൾ ജെർമിനേഷൻ പീരീഡിൽ വിത്തുകൾ മുളപ്പിക്കുന്ന ഒരു ട്രേയും, അതുകൂടാതെ അതിൻ്റെ ബോട്ടത്തിൽ വരുന്നത് ഹൈഡ്രോപോണിക് സിസ്റ്റത്തിന് ഉപയോഗിക്കുന്ന വാട്ടർ ട്രേയുമാണ്. ഇതാണ് പ്രധാനമായിട്ടും ഈ നമ്മുടെ മൈക്രോഗ്രീൻ ഫാമിൻ്റെ വെർട്ടിക്കൽ ഹൈഡ്രോപോണിക് സിസ്റ്റത്തിൽ വരുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഹ്യൂമിഡിറ്റിയും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഒരു ഹ്യൂമിഡിഫയർ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് ഏകദേശം 60 മുതൽ 40% വരെ ഹ്യൂമിഡിറ്റി നമ്മൾ ഈ ഫാമിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് മൈക്രോഗ്രീനിൻ്റെ വളർച്ചയ്ക്ക് അനിവാര്യമാണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇതിൻ്റെ സീഡുകൾ ചെയ്യുന്നൊരു സെപ്പറേറ്റ് അതൊരു ഏരിയയാണ്. അത് നമുക്ക് ഓരോ സ്ഥലത്തിനും അനുസരിച്ച് നമുക്ക് അത് ക്രമീകരിക്കാവുന്നതാണ്. കൂടാതെ നമുക്ക് ഒരു ജെർമിനേഷൻ റൂം, ബ്ലാക്ക് ഔട്ട് റൂം എന്നാണ് അതിന് പറയുന്നത്. നമ്മൾ ഈ സീഡ് ബെഡിൽ ക്രമീകരിച്ചതിന് ശേഷം അല്ലെങ്കിൽ നമ്മളിത് സ്പ്രെഡ് ചെയ്ത് നമ്മളുടെ സീഡ് നമ്മൾ 3 ദിവസം, അത് പലപ്പോഴും വ്യത്യസ്തമായിട്ട് മാറാറുണ്ട്. ചില സീഡുകൾക്ക് ചിലപ്പോൾ 4 ദിവസം എടുക്കും, ചിലത് 2 ദിവസം എടുക്കും. എങ്കിലും ഈ സീഡ് ഈ ബ്ലാക്ക് ഔട്ട് റൂമിൽ വേണം 3 ദിവസമെങ്കിലും അത് ജെർമിനേഷൻ കഴിയുന്നത് വരെ അവിടെ നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് അതിനെ ഡാർക്ക് റൂം എന്ന് പറയാറുണ്ട്, ചിലർ ജെർമിനേഷൻ റൂം എന്ന് പറയാറുണ്ട്, ബ്ലാക്ക് ഔട്ട് റൂം എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അതിൽ നിന്ന് ജെർമിനേഷൻ കംപ്ലീറ്റ് ആയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫാം ഏരിയയിലേക്ക് നമ്മുടെ ട്രേയെ കൊണ്ടുവന്ന് വെച്ച് ആ സൈക്കിൾ കംപ്ലീറ്റ് ആകുന്നത്. സീഡുകളുടെ പ്രത്യേകത അനുസരിച്ച് ഏകദേശം 14 ദിവസവും, ചിലത് 8 മുതൽ 14, വീറ്റ് ഗ്രാസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ 17 ദിവസം എല്ലാം ഈ നമ്മളുടെ ഹാർവസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ടൈം എത്തുന്നതാണ്. പല സീഡുകളും നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ജെർമിനേഷനിൽ സ്പ്രെഡ് ചെയ്യാം. പക്ഷേ വീറ്റ് ഗ്രാസ്, കോൺ, അതുപോലെ തന്നെ സൺഫ്ലവർ, ഇതെല്ലാം നമ്മൾ ഒരു ദിവസം 8 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യേണ്ടത് വേണം. കാരണം അത് സോക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ട്രേയിലേക്ക് നമുക്ക് സീഡ് സ്പ്രെഡ് ചെയ്ത് ജെർമിനേഷൻ റൂമിലേക്ക് മാറ്റാനായിട്ട് പറ്റുകയുള്ളൂ. നമ്മളിവിടെ പ്രധാനമായിട്ട് കൾട്ടിവേഷൻ നടത്തുന്ന സീഡുകൾ, മൈക്രോഗ്രീൻ സീഡ്സ് എന്ന് പറയുന്നത് അമരന്തസ് റെഡ്, ഗ്രീൻ മസ്റ്റാർഡ്, റാഡിഷ് വൈറ്റ്. റാഡിഷ് തന്നെ പല വെറൈറ്റി ഉണ്ട്. റാഡിഷ് വൈറ്റ് ഉണ്ട്, റാഡിഷ് പർപ്പിൾ സാങ്കോ ഉണ്ട്, അതുപോലെ അമരന്തസിൻ്റെ ആണെങ്കിൽ റെഡ് ഗാർണറ്റ് ഉണ്ട്, സൺഫ്ലവർ ഉണ്ട്, കോൺ, അതുപോലെ തന്നെ ബ്രക്കോളി. അടുത്ത സീഡെന്ന് പറയുന്നത് ബീട്രൂട്ടിൻ്റെത്, ക്യാബേജ്, അങ്ങനെ പല വെറൈറ്റികൾ, ഏകദേശം 25 വെറൈറ്റികളോളം നമ്മൾ ഇവിടെ കൾട്ടിവേഷൻ ചെയ്യുന്നുണ്ട്. എങ്കിലും കസ്റ്റമറുടെ
ഇത് റിക്വയർമെൻ്റ് അനുസരിച്ച് നമുക്ക് ഓൾറെഡി ഇത് സീഡ് നമുക്ക് ജെർമിനേഷൻ ചെയ്തെടുക്കാനുള്ള പീരീഡ് ഒരു 8 ദിവസം 9 ദിവസം മുൻപ് നമുക്ക് ഇന്ന സീഡ് അല്ലെങ്കിൽ ഇന്ന സൺഫ്ലവർ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടും നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. കൃത്യമായിട്ട് നമ്മളത് കൾട്ടിവേറ്റ് ചെയ്ത് നിങ്ങളിൽ എത്തിക്കുന്നതായിരിക്കും. കൂടാതെ വളരെ ഡെയിലി ആണെങ്കിലും നമ്മളുടെ ഫാം ഏരിയ വൈപ്പിങ്ങും അതുപോലെ തന്നെ യാതൊരുവിധ ഇൻസെക്റ്റുകളും കയറാതെ നമ്മൾ വളരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. അതിന് നമ്മളിവിടെ ഒരു ഇൻസെക്റ്റോക്യൂട്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആൻറ്റി റൂം ഓപ്പൺ ചെയ്യുമ്പോഴെങ്ങാനും ഒരു പ്രാണിയോ മറ്റോ എന്തെങ്കിലും ഉള്ളിലേക്ക് കയറിയാൽ ഈ ഇൻസെക്റ്റോക്യൂട്ടർ അത് ക്യാച്ച് ചെയ്ത് അതിനെ കില്ല് ചെയ്യും. അതുപോലെ തന്നെ ഈ ഇൻസെക്റ്റോക്യൂട്ടറിനും വീക്കിലി വൺസ് അതിൻ്റെ ചെക്ക് ലിസ്റ്റുണ്ട്. ക്ലീനിങ് ചെക്ക് ലിസ്റ്റിൽ ഈ നമ്മുടെ ഇൻസെക്റ്റോക്യൂട്ടർ കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ കൃത്യമായും വളരെ ഹൈജീനിക്കായിട്ടാണ് നമ്മൾ ഈ ഫാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെയുള്ള ഫാമുകൾ കേരളത്തിൽ ഇനിയും വരികയും എന്നാൽ മാത്രം, കാരണം ഈ ഒരു ഫാം കൊണ്ട് നമുക്ക് എല്ലാ ആൾക്കാർക്കും ഇതുപോലെയുള്ള ഈ സൂപ്പർ ഫുഡ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. കാരണം ഇത്ര ഏരിയയിലെ നമുക്കതുകൊണ്ട് ഇതുപോലുള്ള ഫാമുകൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള എല്ലാവിധ സപ്പോർട്ടും നമ്മൾ ചെയ്യുന്നതാണ്. പിക്കോ ഗ്രീൻ അതിന് വേണ്ടിയിട്ട് ഒരു വിങ് തന്നെയുണ്ട്. ഇതുപോലെ ഹൈജീനിക്കായിട്ടുള്ള ഫാം, ഇതിൻ്റെ ഹൈഡ്രോഫോണിക് സിസ്റ്റവും ഈ സിസ്റ്റം നിങ്ങൾക്ക് ഇംപ്ലിമെൻ്റ് ചെയ്ത് അതിൻ്റെ ഡോക്യുമെൻറ്റേഷനും അതുപോലെ തന്നെ സീഡുകളുടെ അവൈലബിലിറ്റിയും എല്ലാം ചെയ്തു തരാനായിട്ട് ഞങ്ങൾ സജ്ജരാണ്. ഇത് ഇനിയും നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് മൈക്രോഗ്രീൻ കൂടുതലായിട്ട് ഉപയോഗിക്കുക, അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റുകൾ നമ്മളുടെ കുട്ടികളിലേക്കും, കാരണം കുട്ടികളുടെ എല്ലാം വളർച്ചയിലും അതുപോലെ അവരുടെ ഓർമ്മശക്തിക്കും എല്ലാം ഉപകാരപ്പെടുന്ന ഒന്നാണ് മൈക്രോഗ്രീൻ. ഈ മൈക്രോഗ്രീൻ നമ്മളുടെ ജീവിതത്തിലെ ആഹാരത്തിൽ എല്ലാവരും ഉപയോഗിക്കുകയും അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ് എല്ലാവർക്കും കിട്ടണം എന്ന് ആശംസിക്കുകയും ചെയ്യുകയാണ്. അടുത്തൊരു എപ്പിസോഡിൽ ഇതിൻ്റെ സീഡ് എങ്ങനെയാണ്, ഇതിൻ്റെ ജെർമിനേഷൻ എങ്ങനെയാണ് നടത്തുന്നതെന്നും സീഡ് എങ്ങനെയാണ് നമ്മൾ ഈ ബെഡിൽ ക്രമീകരിക്കുന്നതെന്നും അതുപോലെ തന്നെ ഇതിൻ്റെ pH എങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നും ഇങ്ങനെ ടോട്ടലായിട്ടുള്ള ഇതിൻ്റെ ഫാമിംഗ് സിസ്റ്റം കംപ്ലീറ്റ് നമ്മൾ അടുത്തൊരു എപ്പിസോഡുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരും. നന്ദി.